പരിശുദ്ധയമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൽത്താരയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈശോയുടെ നാമത്തിൽ എന്നെ എൻ്റെ കുടുംബത്തെ ഉയർത്തിയതിന് ഞാൻ എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രീതി സജീവ്, എൻ്റെ മകൾ അക്ഷര. ഞങ്ങൾ വരുന്നത് പത്തനംതിട്ട ജില്ല പന്തളം പറന്തൽ നിന്നുമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ 18 ഞാൻ വരാനുള്ള സാഹചര്യം, ഞാൻ മരണമെന്നുള്ള എൻ്റെ മുൻപിൽ കണ്ടു നിൽക്കുന്ന സമയത്താണ് എനിക്ക് കൃപാസനം പത്രം കിട്ടുന്നത്. എനിക്ക് ആശ്രയവും കിട്ടി. അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം അത് ഞങ്ങളെ ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടേയിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാം പറയുന്ന പോലെയല്ല, ഞങ്ങളെ രാത്രിയിൽ വീട്ടുകളിൽ നിന്ന് ഇറക്കി വിടും. ഞാനും ഈ പൊടിക്കുഞ്ഞും മുറ്റം തോറും നടക്കും. എന്താണ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. ജീവിതം അവസാനിപ്പിക്കണം, ആരുമില്ല. എനിക്ക് അമ്മയില്ല. എൻ്റെ അമ്മ എനിക്ക് 15 വയസ്സുള്ളപ്പോഴേ മരിച്ചു പോയതാണ്. എൻ്റെ അച്ഛന് ക്യാൻസറാണ്. ഞാൻ ആരോട് എൻ്റെ സങ്കടങ്ങൾ പറയും, ഒന്നും എനിക്കറിയില്ല. അങ്ങനെ അടുത്തുള്ളൊരു ചേച്ചി എനിക്ക് പത്രം തരുന്നു. ഞാൻ ആ പത്രം വായിച്ചു. അപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്ക് കൃപാസനത്തിലേക്ക് വരണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ മനസ്സിൽ. വേറെ ഒരു ആശ്രയമില്ല, അമ്മയുടെ അടുക്കൽ പോകണമെന്ന്. അപ്പോൾ പിന്നെ എൻ്റെ ഭവനത്തിൽ വിഷയങ്ങളുണ്ടാവുകയാണ്. അങ്ങനെ ഞങ്ങൾ ആ വീട് വിട്ടിറങ്ങുകയാണ്. എൻ്റെ കൂട്ടുപങ്കാളിയുടെ കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് തന്നെ ഞങ്ങൾ പോകുന്നു. അവിടെ ചെന്നിട്ട് ഞാൻ പറയുന്നു, ചേച്ചി എത്രയും പെട്ടെന്ന് എന്നെ കൃപാസനത്തിൽ ഒന്ന് കൊണ്ടുപോകണം, എനിക്കറിയില്ല. അപ്പോൾ അവർക്കും ആ സ്ഥലം എവിടാണെന്നോ ഒന്നും അറിയില്ല. എന്നാലും ഞങ്ങൾക്കിവിടെ വരണം, എൻ്റെ അമ്മയുടെ ഇടയ്ക്ക് വരണം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു വെള്ളിയാഴ്ചയാണ് എൻ്റെ ഭവനത്തിൽ ഞാൻ ആ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത്. ശനിയാഴ്ച രാത്രി 7 മണിയാകുമ്പോൾ ഞങ്ങൾ ആ പത്തനംതിട്ടയിൽ നിന്ന് ഇവിടോട്ട് വരികയാണ്. ഞങ്ങൾക്കറിയില്ല, 4-5 പേരുടെ. ഞങ്ങളുടെ കയ്യിൽ സാമ്പത്തികങ്ങളില്ല. ഞാൻ പറഞ്ഞു ഓട്ടോയിലാണ് വരുന്നത്, അവർക്ക് ഡീസൽ അടിക്കാൻ ഞാൻ പൈസ കൊടുക്കാം. അങ്ങനെ 500 രൂപ കൊടുത്തു ഡീസൽ അടിച്ചു. ഞങ്ങൾ ചോദിച്ചിവിടെ വന്നു. ഞങ്ങൾ വന്നപ്പോൾ സമയം ഒരു 9:30 ഇവിടെ ആരുമില്ല. പുറത്തൊരു ചേട്ടൻ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇല്ല, അകത്തോട്ട് ഇനിയും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഫ്രണ്ടിൽ പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞു, അവിടെ നിന്ന് പ്രാർത്ഥിക്കും നിങ്ങൾ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്കിനി വേറെ ആശ്രയമില്ല, നീ എന്താണെന്ന് ചെയ്തു തരാൻ ഞാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ ജീവിതം ഇതിനെ എനിക്ക് കൊല്ലാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അമ്മയോട്. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങളിവിടെ അടുത്ത് റൂം എടുക്കുക എന്ന് പറഞ്ഞു. 700 രൂപയാവും. അപ്പോൾ ഞങ്ങൾ 700 പോയിട്ട് ഞങ്ങളുടെ കയ്യിൽ ഫുഡ് കഴിക്കാനുള്ള പൈസ 6-7 പേരാണ് വന്നത്. ഇവർക്ക് എല്ലാവർക്കും കൂടെ ഫുഡ് കഴിക്കാനുള്ള പൈസ ഞങ്ങൾക്ക് തികയില്ല. അങ്ങനെ ഞങ്ങൾ ആ പൈസയ്ക്ക് പോയി അപ്പുറം പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എന്തിന് നമ്മൾ റൂം എടുക്കണം? അങ്ങനെ ഞങ്ങൾ ഓപ്പോസിറ്റ് നോക്കിയപ്പോൾ ഒരു കടയിൽ ആ ഫ്രണ്ടിൽ 2 കസാര കിടക്കുന്നു. ഞങ്ങളവിടെ പോയി ഇരുന്നു. ഈ കൂടെ വന്നവരെല്ലാം അവിടെ കിടന്നുറങ്ങി. ഞാൻ ആ കസാരയെ നോക്കി, അമ്മയെ മാത്രം നോക്കി നേരം അങ്ങനെ വെളുപ്പിച്ചു. അങ്ങനെ 4:30 ആയപ്പോൾ ഇവിടെ തുറക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 5 മണിയായപ്പോൾ അകത്ത് കയറി അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എനിക്ക് ഒന്നുമേ അറിയില്ല. ഇവിടെ പ്രാർത്ഥനകൾ നടക്കുന്നു, എല്ലാം നടക്കുന്നു. അപ്പോൾ ഉടമ്പടി എടുക്കണം എന്നൊരു ഇതുണ്ട്. അപ്പോൾ ചോദിച്ചു നോക്കിയപ്പോൾ അങ്ങനെ ഉടമ്പടിക്ക് 2 മണിക്കൂർ ക്ലാസ് ഉണ്ട്, അതിനിരിക്കണം. ഈ കുഞ്ഞുങ്ങളൊക്കെ തലേന്ന് വന്നതാണ്, ഇവർ ആഹാരങ്ങൾ കഴിച്ചിട്ടില്ല, ആരും കുളിച്ചിട്ടും ഒന്നുമില്ല. ഞാൻ പിന്നെ ക്യൂ നിന്നു ടോക്കൺ എടുക്കാൻ വേണ്ടി. അപ്പോൾ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ചേച്ചി വന്നിട്ട് പറഞ്ഞു, താമസമാണ്, നമുക്ക് വേറൊരു ദിവസം വരാം എന്ന് പറഞ്ഞു. ഞാൻ ആ ക്യൂവിൽ നിന്നും എല്ലാവരും കൂടെ 7:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയി തിരിച്ച് ഞാൻ ചെല്ലുന്നു. പിറ്റേന്ന് എൻ്റെ കൂട്ടുപങ്കാളി ഞങ്ങളെ തിരിച്ച് വിളിക്കുകയാണ്, നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇത് നല്ലതാണെങ്കിൽ മാത്രമേ ഞങ്ങളെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ആ 3-ാമത്തെ ദിവസം ഞങ്ങളുടെ ഭവനത്തിലേക്ക് ചെല്ലുന്നു. എന്നിട്ടും പ്രശ്നങ്ങൾ കൂടുകയാണ്, വഴക്കുകൾ, ബഹളം, എപ്പോഴും ഒരു ശമനമില്ല. എന്ന് പറഞ്ഞാൽ 2 മാസം എൻ്റെ ഉടമ്പടി ഞാൻ കറക്റ്റുമല്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. പ്രേക്ഷിത വേല ഞാൻ അവിടെ പള്ളിയുടെ അകത്ത് കുരിശുമുട്ടിലാണ് ഞാൻ പത്രങ്ങൾ കൊണ്ടുവെക്കുന്നതും. എന്താണ് ഇതൊന്നും എനിക്കറിയില്ല. എപ്പോഴും കൂട്ടുപങ്കാളിയുടെ വിഷയങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഞാൻ കൂട്ടുപങ്കാളിയോട് ചെന്നു. അവിടെ വന്ന കാര്യമല്ല എൻ്റെ കൂട്ടുപങ്കാളിയോട് പറഞ്ഞു, എനിക്ക് കൃപാസനത്തിലേക്ക് വരണം, ഞങ്ങൾ കൃപാസനത്തിൽ പോയി എനിക്ക് ഉടമ്പടി എടുക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ പോയിട്ട് വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ കിടന്ന മോതിരം കൊണ്ട് പണയം വെച്ചിട്ടാണ് ഈ ഒക്ടോബർ 18 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. വരുമ്പോൾ എനിക്ക് എൻ്റെ അമ്മ മാതാവിനെയാണ് എനിക്ക് കയ്യിൽ കിട്ടിയത്. അപ്പോൾ കൂടെ നിന്നവർ, ഞാൻ ഒത്തിരി കരഞ്ഞു. അപ്പോൾ കൂടെ നിന്നവർ ചോദിച്ചു, നീ എന്തിനു കരയണം, നിനക്ക് അമ്മയല്ലേ കിട്ടിയേ, ഇനിയല്ല അമ്മ നോക്കിക്കോളും എന്ന് പറഞ്ഞു. ഞാൻ ഉടമ്പടി എടുത്തു പോയി.
എല്ലാം കറക്റ്റായിട്ട് പാലിച്ചുകൊണ്ടേയിരുന്നു. പുള്ളിക്ക് വെള്ളത്തിലും ഇതിലുമെല്ലാം ഞാൻ ഉപ്പിട്ട് കൊടുത്തു, പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നാലും മദ്യപാനത്തിൻ്റെ ഒരു കുറവും അവിടെ കാണുന്നൊന്നുമില്ല, പ്രശ്നങ്ങൾ. അപ്പോഴും ഞാൻ അമ്മയോട് പറയും, എന്താണമ്മേ ഈ കുഞ്ഞിനെ കൊണ്ട് ഞാൻ രാത്രിയിൽ അത് മഴയത്തും എല്ലാം, ഈ കുഞ്ഞിനാണ് ശ്വാസം മുട്ടൽ, ഇതെല്ലാം ഉണ്ട്, എന്താണ് ചെയ്യേണ്ടത് ഇതൊന്നും അറിയില്ല. അങ്ങനെ പിന്നെയും പ്രാർത്ഥിച്ചു. അങ്ങനെ പുള്ളിക്കൊരു അസുഖം വരുന്നു, അങ്ങനെ ഹോസ്പിറ്റലിലാവുന്നു. ഹോസ്പിറ്റലിലായ ഡോക്ടർ പറയുന്നു ഇനിയും മദ്യപിക്കരുത് എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾക്ക് അതിനൊരു സമാധാനം ഞങ്ങൾ കിട്ടി. അങ്ങനെ കിട്ടിക്കഴിയുമ്പോഴാണ് ഞങ്ങൾ 5 വർഷത്തിന് മുമ്പേ ഭവനത്തിന് വേണ്ടി മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുത്തായിരുന്നു. നമ്മൾ എത്രയോ 2-3 പ്രാവശ്യം ആ ഭവനത്തിന് ഇത് വന്നെന്ന് പറയുന്നു. നമ്മുടെ കയ്യിൽ അതിൻ്റെ കാര്യങ്ങളോ നോട്ടീസോ നമ്മുടെ മെമ്പറുകൾ പറഞ്ഞിട്ട് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് ഒരു ദിവസം ആ രസീത് ഞങ്ങൾക്ക് കിട്ടുന്നു. ഞങ്ങൾ തിരിച്ചു ചെന്ന് അത് പറയുന്നു, ഞങ്ങൾക്ക് ഈ ഭവനം വേണമെന്ന് പറയുന്നു. ആ സമയത്ത് എൻ്റെ കൂട്ടുപങ്കാളിക്കൊരു അപകടം ഉണ്ടാകുന്നു. ഞങ്ങൾക്കപ്പോൾ ആ ഭവനം പണിയാനുള്ള നിവൃത്തിയില്ല, സമയത്ത് പറ്റത്തില്ല. ഞങ്ങൾ തിരിച്ചു ഇവിടെ പോരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 1 വർഷം കഴിഞ്ഞ് പിന്നെ ആ മുനിസിപ്പാലിറ്റി ഞങ്ങൾ ചെന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് ഭവനം വെക്കണം, ആ ഭവനത്തിൻ്റെ കാര്യങ്ങൾ എന്തായി? അപ്പോൾ അവർ ആ മേട സൈറ്റിൽ നോക്കിയിട്ട് പറഞ്ഞു ഇല്ല, നിങ്ങൾക്ക് ഭവനമില്ല, നിങ്ങളുടെ ഭവനം നിങ്ങൾ വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ആർക്കോ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കരമായിട്ട് വിഷമമായി. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭവനം വേണമെന്ന് ഇവിടെ എഴുതി കൊടുത്തിട്ടാണ് പോയത്, വേണ്ടാന്നല്ല എഴുതി കൊടുത്തേ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ നാളെ ഒരു സാറ് വരും, ആ സാറിൻ്റെ നമ്പർ ഇതാണ്, ഈ സാറിനെ വിളിച്ചിട്ട് നിങ്ങൾ നാളെ വരാൻ പറഞ്ഞു. ഞങ്ങൾ അന്ന് വീട്ടിൽ ചെന്നിട്ട് സാറിനെ വിളിക്കുന്നു. സാറ് പറഞ്ഞ് രാവിലെ 9 ആകുമ്പോൾ നിങ്ങൾ ഓഫീസിലേക്ക് വരാൻ പറയുന്നു. ഞങ്ങൾ 9 മണിയായപ്പോൾ ഓഫീസിൽ ചെന്നു, ഞാനും എൻ്റെ കൂട്ടുപങ്കാളിയും കൂടെ. അവിടെ ചെന്നു. സാറ് ഒരു 10 മിനിറ്റിനകം അവിടെ വന്നു. സാറെല്ലാം സൈറ്റിൽ നോക്കുന്നു, ഭവനമില്ല എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഒരു വീടില്ല എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കാശ് രൂപം എൻ്റെ കയ്യിൽ നിന്നും എടുത്തു, പുറമോട്ട് തിരിഞ്ഞു നിന്നു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി തീരുന്നതിന് മുമ്പേ സാർ പറഞ്ഞു നിങ്ങളുടെ ഭവനം നിങ്ങളുടെ സൈറ്റിലുണ്ട് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ആ സൈറ്റിൻ്റെ ആ നമ്പർ എഴുതി പെട്ടെന്ന് ഇട്ടു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുകയും സാറിൻ്റെ ചാവിയിൽ കിടക്കുന്നു അമ്മയുടെ കാശ് രൂപം. അപ്പോൾ എനിക്ക് പൂർണ്ണമായി വിശ്വാസമായി അത് എൻ്റെ അമ്മ ഈശോയും തന്ന ഭവനമാണ് എന്ന്. പിന്നെയുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു. ഞങ്ങൾക്ക് വന്ന് ഓവർസീറെ സാർമാരെല്ലാം വരുന്നു. നമുക്കൊരു ഭവനം പഞ്ചായത്തിൽ നിന്ന് കിട്ടുമ്പോൾ 600 സ്ക്വയർ ഫീറ്റൊക്കെ ആവും, നമ്മുടെ ഭവനത്തിൻ്റെ സ്ക്വയർ ഫീറ്റ് കൂടുതലാണ്. അപ്പോൾ അവർ വന്ന് പറയുന്നു സാരമില്ല, ഞാൻ അളന്നിട്ട് പോയതാണെന്ന് അവരോട് പറഞ്ഞാൽ മതി, ഞങ്ങളെല്ലാം എഴുതി വിട്ടേക്കാം. അങ്ങനെയെല്ലാം പെട്ടെന്ന് നമ്മുടെ ഭവനത്തിൻ്റെ സാമ്പത്തികങ്ങളെല്ലാം നമുക്ക് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഒരു കുഴപ്പമില്ല. പെട്ടെന്ന് വീടിൻ്റെ ഭവനം വാർപ്പ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ ജപമാല റാലിക്ക് ഞാൻ വരുമ്പോൾ ആദ്യത്തെ ഭവനത്തിൻ്റെ വാർപ്പ് കഴിഞ്ഞിട്ടാണ് 2024 ഞാൻ ഇവിടെ വരുന്നത്. അപ്പോഴും എൻ്റെ ആഗ്രഹമാണ്, ഞാൻ ഹിന്ദുവാണ്, ഹിന്ദു ആചാരപ്രകാരം എൻ്റെ ഭവനത്തിൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ഭവനത്തിൽ പിന്നെ എനിക്ക് വലിയൊരു ഇതായിരുന്നു, ഏതെങ്കിലും ഒരു ഭവനത്തിൽ ഒരു അച്ഛൻ വന്ന് എൻ്റെ കല്ല് വെഞ്ചരിക്കണമെന്നാണ്. അപ്പോൾ ഹിന്ദുവായതുകൊണ്ട് വരത്തില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ പോലും ഞാൻ അടുത്ത പള്ളിയിൽ ചെന്ന് അച്ഛനോട് ചോദിച്ചു. അച്ഛൻ പറഞ്ഞു മകളെ നീ കല്ല് കൊണ്ടുപോവാ, നിനക്ക് ഞാൻ വെഞ്ചരിച്ച് തരാമെന്ന് പറഞ്ഞു. ആ കല്ല് എനിക്ക് തന്നു. ഞാൻ ആ കല്ല് കൊണ്ടുവന്നിട്ടു. അമ്മയെ ഞാൻ 4 മൂലയ്ക്കും പ്രതിഷ്ഠിച്ച് വെച്ചു. കട്ടള വെച്ചപ്പോൾ ജപമാലയും അമ്മ മാതാവിനെയും ഞാൻ വെച്ചു. അങ്ങനെ ആദ്യത്തെ ഒന്നാമത്തെ നിലയുടെ എല്ലാം പൂർത്തീകരിച്ചു, എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ 2ാമത്തെ നിലയുടെ മുകളിൽ ചെന്നിട്ട് ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അമ്മേ മനുഷ്യരാണ്, ആഗ്രഹങ്ങളുണ്ട്, എന്നാലും എനിക്ക് ഒരു മുറിയും കൂടി ഈ മുകളിൽ തരണേ എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ പിറ്റേ മാസം എൻ്റെ 2 നില ഭവനവും പണിയാൻ തുടങ്ങി. എത്രയും പെട്ടെന്ന് ഞാൻ ഒരു നിയോഗം എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞുള്ളൂ, എനിക്ക് ഒരു മുറിയുള്ള ഭവനം എൻ്റെ അമ്മ തരണേ എന്ന്. എന്നാന്ന് പറഞ്ഞ് ഞങ്ങൾ വയലിലാണ് താമസിക്കുന്നത്. മഴ വന്നാൽ വെള്ളം കയറും, എൻ്റെ കുഞ്ഞിന് ശ്വാസം മുട്ടൽ, ആകപ്പാടെ വിഷയങ്ങൾ. അതുകൊണ്ട് ഒരു മുറിയുടെ ഒരു ഭവനം എൻ്റെ അമ്മ എനിക്ക് തരണേ എന്ന് പറഞ്ഞു. അമ്മ എനിക്കിപ്പോൾ തന്നിരിക്കുന്നത് 4 റൂമുള്ള 2 നില ഭവനമാണ്. അതെല്ലാം പൂർത്തീകരിച്ചു നടക്കുന്നു. ഈ മാസം 29-ാം തീയതിയാണ് എൻ്റെ ഭവനത്തിൻ്റെ വെഞ്ചരിപ്പ് നടക്കുന്നത്. അതുപോലെ എൻ്റെ വലിയ ആഗ്രഹമാണ് എൻ്റെ ഭവനം ഒരച്ഛൻ വന്ന് വെഞ്ചരിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഈ ഓശാന ഞായറയ്ക്ക് ആ പള്ളിയിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ അച്ഛൻ എന്നോട് ഈശോ പറയുന്നു നീ ഇവിടെ ചോദ്യരെ എന്ന്. ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെയാണ്. അപ്പോൾ അടുത്തിരുന്ന ചേച്ചിയോട് ഞാൻ ചോദിച്ചു, ചേച്ചി ഈ അച്ഛനോട് ചോദിച്ചാൽ എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി പറഞ്ഞു മോളെ അച്ഛനോട് എന്തായാലും ചോദിച്ചു നോക്ക്, ഹിന്ദുവാണെന്ന് നീ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നു. ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെ ചെന്ന് ചോദിച്ചു. ഞാൻ പെട്ടെന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛാ ഇതുപോലെ എൻ്റെ ഭവനത്തിൻ്റെ പാലുകാച്ചിന് ഒരു ഡേറ്റ് എങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അച്ഛൻ എന്നോട് പെട്ടെന്ന് ചോദിക്കുകയാണ്
ഞാൻ വരണോ നിൻ്റെ ഭവനത്തിലേക്ക് എന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഈശോ ഇറങ്ങി വന്ന് ചോദിച്ചതാണെന്ന് ഞാൻ പൂർണ്ണമായി ഇപ്പോൾ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് തിരക്കാണ്, എൻ്റെ നമ്പർ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ പിറ്റേന്ന് എന്നെ തിരിച്ചു വിളിക്കുന്നു. എനിക്കത് ഭയങ്കര സന്തോഷമായി. തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, മകളെ നീ ഒരു ഡേറ്റ് എടുക്കുക, ആ ഡേറ്റിൽ എനിക്ക് വരാൻ പറ്റുമെങ്കിൽ നിൻ്റെ ഭവനം ഞാൻ വെഞ്ചരിച്ച് തരാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നിൻ്റെ ഭവനം ഞാൻ വെഞ്ചരിച്ച് തരുമെന്ന് പറഞ്ഞു. അതും എൻ്റെ അമ്മ ഈശോ ഇടപെട്ടതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ എൻ്റെ ഭവനത്തിൻ്റെ എനിക്ക് കിണർ എല്ലാവരും പറഞ്ഞു അവിടെ വെള്ളം കാണത്തില്ല, ഭയങ്കര താഴ്ച വരും. അപ്പോഴും ഞാൻ അമ്മയോട് ഒന്നേ പറഞ്ഞിട്ടു, അമ്മയുടെ ഡേറ്റാണ് 7 എന്ന് പറയുന്നത്, ആ 7 എന്നുള്ള ഡേറ്റ് ആ തൊടിയിൽ തന്നെ എനിക്ക് വെള്ളം കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അന്ന് 7ാമത്തെ തൊടി വെട്ടുകയാണ്. ഞാൻ ഉപവാസമാണ്, മുട്ടുമേൽ നിന്ന് വെളുപ്പിനെ പ്രാർത്ഥിച്ചു നിന്ന് അമ്മ ഇന്ന് എനിക്ക് 7ാമത്തെ തൊടി അവർ വെട്ടുകയാണ്, ഇന്ന് എനിക്ക് വെള്ളം കാണണമേ എന്ന് പറഞ്ഞു. 9:30 ആകുമ്പോൾ എൻ്റെ കൂട്ടുപങ്കാളി വിളിച്ച് പറയുകയാണ്, കിണറ്റിൽ വെള്ളം കണ്ടു, അതിനി അവർക്ക് വെട്ടാൻ പോലും പറ്റുന്നില്ല, അത്ര വെള്ളമാണ് എന്ന്. 8ാമത്തെ തൊടിയിൽ അവർ കിണർ വെട്ടി തീർത്തു കഴിഞ്ഞു. അതേപോലെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, എൻ്റെ മുറ്റത്ത് ഇൻ്റർലോക്ക് ഇടണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം. അപ്പോൾ ഓരോരുത്തരും വന്ന് ഓരോ റേറ്റുകളാണ് പറയുന്നത്, 54,000-56,000 രൂപയൊക്കെ. അപ്പോൾ അത്രയും സാമ്പത്തികം നമ്മുടെ കയ്യിൽ മുന്നോട്ട് പോകാനില്ല. അപ്പോൾ ഞങ്ങളോട് തന്നെ ഇങ്ങോട്ട് വന്ന് പറയുന്നു, എടാ നിനക്ക് ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭവനത്തിൻ്റെ ഇൻ്റർലോക്കും അവിടെ ഇട്ടു, എല്ലാം ഭംഗിയാക്കി. അമ്മ എന്താണോ എങ്ങനെയാണോ ചെയ്തു തരേണ്ടത്, എൻ്റെ ടൈല് പോലും ഇതേപോലെ തന്നെയുള്ള ടൈലുകളാണ്, ഓരോ കാര്യങ്ങളും അമ്മ അതേ രീതിയാണ് എനിക്ക് ചെയ്തു തന്നിരുന്നത്. ഓരോരുത്തരും ആ ഭവനം കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഇത് ആരുടെ പ്ലാനിലാണ് നിങ്ങളിത് പണിഞ്ഞതെന്ന്. ഞാൻ പറയുന്നു, ജീവനുള്ള ഒരു അമ്മയും ഈശോയും തന്ന ഭവനമാണ് ഇത് ഞങ്ങളുടെ ഭവനമല്ല, ഇത് അമ്മ ഈശോയും തന്ന ദാനമാണ് ഞങ്ങൾക്ക് എന്ന് ഞാൻ ഉറക്കെ പറയുന്നുണ്ട്. അതേപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ശ്വാസം മുട്ടൽ, 1.5 വയസ്സ് തൊട്ട് ഇവർക്ക് ശ്വാസം മുട്ടലാണ് എന്ന് പറഞ്ഞാൽ തണുത്ത സാധനങ്ങൾ, പൊടി, ഈ പുതിയ തുണികളുടെ ഇതൊന്നും അടിക്കാൻ പറ്റില്ല. എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും കുളിച്ചൊരുങ്ങി പോകുമ്പോൾ എൻ്റെ കുഞ്ഞ് കുളിക്കാൻ പറ്റില്ല, തുമ്മലെന്ന് പറഞ്ഞാൽ നമ്മളൊരു തുണി എടുത്ത് കൊടുക്കണം. അവിടെ മൂക്കിൽ നിന്ന് ഇങ്ങനെ പിഴിഞ്ഞ് കണ്ണ് രണ്ടും ചൊറിഞ്ഞ് അവൾക്കൊന്ന് കഴിക്കാനോ ആകെപ്പാട് ഞാൻ കണ്ട് വിഷമിച്ചിട്ടുണ്ട്. അമ്മയോട് ഞാൻ അത് നിയോഗം വെച്ചു, അമ്മേ ഞാൻ ഈ കുഞ്ഞിൻ്റെ ഈ അസുഖം മാറ്റി, ഈ ശ്വാസമുട്ടൽ, ഈ ആസ്മ നീ മാറ്റി തരണമേ എന്ന് ഞാൻ അമ്മയ്ക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ വർഷത്തെ അഖണ്ഡ ജപമാല റാലിക്കും 2025 ഞാൻ വരുമ്പോഴും അവൾക്ക് തീരെ വയ്യ. അപ്പോൾ എനിക്കാണെങ്കിൽ റാലിക്ക് വരണം, ഞങ്ങൾ കൂടെ ഒരു 10-16 പേര് ഒന്നിച്ച് വണ്ടി വിളിച്ച് വരികയാണ്. ഈ ഒരു കുഞ്ഞിന് വയ്യാതെ വന്നാൽ ഈ മക്കളെല്ലാം വിഷമത്തിലാവും. അപ്പോഴേ എനിക്ക് വന്നേ പറ്റത്തുള്ളൂ, എനിക്ക് കുഞ്ഞിനെ കൊണ്ടുവരണം, ആരെയും ഏൽപ്പിക്കാനില്ല. അങ്ങനെ ഞങ്ങൾ ജപമാല റാലിക്ക് രാവിലെ വെളുപ്പിനെ ഇവിടെ 4 മണിക്ക് എല്ലാവരും കൂടെ വരുന്നു. വന്നു കഴിഞ്ഞ് ഇവിടുന്ന് റാലിക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ ഈ കുഞ്ഞിന് വയ്യാതായി, കുഞ്ഞിന് ഒരടി പോലും നടക്കാൻ പറ്റുന്നില്ല, കുഞ്ഞിന് ശ്വാസം മുട്ടൽ, എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും എനിക്ക് കുഞ്ഞറിയില്ല. അപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇവരെ എല്ലാം കൂടാണ് ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് വന്നത്, ഈ കുഞ്ഞിനൊരു വൈകാരിക വന്നാൽ ഈ വന്നവർക്കെല്ലാം അതൊരു വിഷമമായി പോകും, അമ്മ എന്താണെന്ന് വേണ്ടത് ചെയ്തോണേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് അങ്ങനെ നടന്നു. കുറേ ദൂരെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇരുന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ വന്ന് എൻ്റെ കൂട്ടുകാരി പറഞ്ഞു, ദൈവമേ ഒരു വയ്യാത്ത കുഞ്ഞാണ്, ഈ കുഞ്ഞിനെ നീ അമ്മയെ സൗഖ്യപ്പെടുത്തണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് നടക്കുമ്പോൾ ഒരു 10 മിനിറ്റ് നടന്നില്ല, കുഞ്ഞിന് ഉടമ്പടി കാശുരൂപം തന്നെ അവിടെ നിന്ന് കെട്ടുന്നു. ഉടമ്പടി കാശുരൂപം ഒരു ജപമാലയുമാണ് എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തി, ഇനി എനിക്ക് ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞു. ആ കാശുരൂപം ഇവൾ എൻ്റെ കയ്യിൽ മണ്ണ് വെച്ച് അവിട്ടി ആരെയോ കളഞ്ഞു പോയതായിരുന്നു, അതെൻ്റെ കയ്യിൽ കൊണ്ടു തരുന്നു. ഞാനത് പെട്ടെന്ന് തുടച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ചേച്ചി കരഞ്ഞുകൊണ്ട് വരുന്നത്, എൻ്റെ കാശുരൂപം കാണുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി കുഞ്ഞിന് കാശുരൂപം കിട്ടിയിട്ടുണ്ട് ജപമാല. പെട്ടെന്ന് ഞങ്ങളത് തിരിച്ചു കൊടുത്തു. പിന്നെ അവിടം തൊട്ട് നടന്ന് എൻ്റെ കുഞ്ഞ് പള്ളി വരെ നടന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്ന് വരെ എൻ്റെ കുഞ്ഞിന് ശ്വാസം മുട്ടലോ അങ്ങനൊരു അസുഖങ്ങളോ ഒന്നും വന്നിട്ടില്ല. അവൾ തണുത്ത ഐസ്ക്രീം എല്ലാ സാധനങ്ങളും കഴിക്കുന്നുണ്ട്, രാവിലെ കുളിക്കുന്നുണ്ട്, ഒന്നിനും ഇപ്പോൾ കുഴപ്പമില്ല. അതെൻ്റെ അമ്മയും ഈശോയും പൂർണ്ണമായി മാറ്റി തന്നതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ 18 വർഷത്തിന് മുമ്പേ എൻ്റെ വല്യച്ഛൻ്റെ മോൻ, എൻ്റെ സഹോദരന് ഞാൻ 10 ലക്ഷം രൂപ എൻ്റെ വസ്തു വിറ്റ് ഞാൻ കൊടുത്തതാണ്. അത് ഇപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് വരെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക, അവർക്ക് അത് തരണമെന്നൊരു വിചാരമില്ല, എന്നാൽ സാമ്പത്തികമുള്ളവരാണ്, അവർ തരുന്നില്ല. ഞങ്ങൾ ചോദിച്ചിരിക്കുന്നു. അങ്ങനെ എൻ്റെ ഭവനം വന്നു. അപ്പോഴും ഞാനത് നിയോഗത്തിൽ വെച്ചു, അമ്മയുടെ ഹിതം എന്താണോ അവിടുന്ന് എനിക്ക് നിറവേറ്റി തരണേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇതിൻ്റെ ഉടമ്പടി
പത്രികയും കൊണ്ട് ഇവിടെ വന്ന് അച്ഛനെ കണ്ട് എൻ്റെ എഗ്രിമെൻറ്റ് പേപ്പർ ഉണ്ടായിരുന്നു. ഞാൻ അച്ഛനെ കാണിച്ചു. അച്ഛൻ എന്നോട് ചോദിച്ചു, മകളെ നീ ഇത് ആർക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരനാണ് അച്ഛാ കൊടുത്തിരിക്കുന്നത്. അവരെന്ത് പറയുന്നു? ഞാൻ പറഞ്ഞു, തരാമെന്ന് പറയുന്നു. സാരമില്ല, അമ്മ ഏറ്റെടുത്തോളും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു അവരിപ്പോൾ എനിക്കത് പകുതി മുക്കാലും തന്നു കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയും എൻ്റെ അമ്മ ഈശോയെ അത് മേടിച്ച് തരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതിനും എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. നാലാമത്തെ സാക്ഷ്യം, എനിക്ക് അലർജി 20 വർഷം കൊണ്ട് ഈ അലർജി എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടലാണ്. എനിക്ക് എന്നും അലർജിയുടെ ഗുളിക കഴിച്ചായിരുന്നു ഞാൻ ഇരിക്കുന്നത്. എനിക്ക് പൊടി അടിക്കാനോ ഒന്ന് തൂക്കാനോ ഒന്നും പറ്റില്ല. ഇഞ്ചക്ഷനും എടുത്താണ് ഞാനിത്. ഈ 2.5 വർഷം ഞാൻ ഉടമ്പടിയിലാണ്. ഈ 2.5 വർഷം കൊണ്ട് എനിക്ക് അങ്ങനെ ഒരു അസുഖം വന്നിട്ടില്ല. അതിനൊരു എനിക്കൊരു കുഴപ്പമില്ല. ഏത് പൊടി ഇപ്പോൾ അടിച്ചാലും എനിക്കൊന്നും ഇപ്പോൾ വിഷയമില്ല. ഞാനിപ്പോൾ പുതിയ വീടിൻ്റെ പണികൾ അവിടെ എല്ലാം ചെന്ന് തൂത്തുവാരുന്നുണ്ട്, എല്ലാം ചെയ്യുന്നു. അതിനൊന്നും എനിക്കിപ്പോൾ ഒരു കുഴപ്പങ്ങളും ഇല്ല. ഇത്രയും തന്ന എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. ആദ്യമായി എൻ്റെ ഭവനത്തിലേക്ക് ഞാനിപ്പോൾ വിളിക്കുന്നത് എൻ്റെ അമ്മ ഈശോയെയാണ്. എൻ്റെ 29-ാം തീയതി എൻ്റെ വീടിൻ്റെ പാലുകാച്ചാണ്. ഇത് കഴിഞ്ഞ് ഞാൻ ആരെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ഡേറ്റ് അമ്മ ഈശോ എൻ്റെ തലേന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എന്നാൽ അതിൻ്റെ പിറ്റേന്ന് തന്നെ ആ ഭവനം ഇവക്ക് തന്നെ ബർത്ത്ഡേ ഗിഫ്റ്റായി കൊടുത്തതാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കഴിഞ്ഞ വർഷം ബർത്ത്ഡേക്ക് ഞാൻ അഖണ്ഡ ജപമാല കൂടുമ്പോൾ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ കുഞ്ഞിനൊരു മുട്ടായി മേടിച്ചു കൊടുക്കാൻ പോലും കഴിവില്ലാത്തവളാണ് എന്ന്. എന്നാൽ ഈ വർഷം എൻ്റെ കുഞ്ഞിന് അതിമനോഹരമായ ഒരു ഭവനമാണ് എൻ്റെ അമ്മ ഈശോയും കൊടുത്തത്. ഞാൻ അതിന് കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത വേല ഞാൻ ചെയ്യുന്നത്, പത്രങ്ങൾ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് പോയി ഈ വിശുദ്ധ തൈലം കുരിശ് വരച്ച് വിശുദ്ധ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശും വരച്ചാണ് ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നത്. എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞാണ് കൊടുക്കുന്നത്. അവരോട് ഞാൻ പറയും, ജീവനുള്ള ഒരു അമ്മ ഈശോയുണ്ട്, നിങ്ങൾ അവിടേക്ക് ചെല്ല്, നിങ്ങളുടെ കാര്യങ്ങൾ അമ്മ ഈശോയും നോക്കിക്കോളും എന്ന് പറയും. അങ്ങനെ ഞാൻ ഒരു ദിവസം ഒരിടത്ത് ചെന്നപ്പോൾ അവിടെ ഉള്ളവരെല്ലാം കൂടെ എന്നെ കൂടി വളഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, നിനക്ക് ഈ പത്രം മേടിച്ചാൽ അതിനകത്ത് നിന്ന് വെളിച്ചെണ്ണ കിട്ടുമോ എന്ന് ചോദിച്ചു. ഓട്ടോക്കാർ മൊത്തം കൂടെ ആയിരുന്നു വളഞ്ഞത്. ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും നോക്കി ചിരിക്കുന്നു. അപ്പോഴും ഞാൻ അവിടുന്ന് സങ്കടത്തോടെ പോന്നു. അപ്പോഴും എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാൻ നാണം കെട്ടത്. എനിക്ക് സന്തോഷത്തോടെ ഞാൻ തിരിച്ചു പോരുന്നു. അവിടെ അതിൻ്റെ അപ്പുറം ഞാൻ മാറി ആ പത്രങ്ങളെല്ലാം കൊടുത്തു. ഞാൻ കൂടുതൽ കൊടുക്കുന്നത് ബസ് സ്റ്റാൻഡിലാണ്, ഓട്ടോ സ്റ്റാൻഡുകാർക്കും. പിന്നെ വീടുകളിൽ ഞാൻ കയറി ഇറങ്ങി, അതോ ചെറിയ ചെറിയ വീടുകൾ നോക്കിയാണ് ഞങ്ങൾ പോകുന്നത്. ആ വീട്ടുകളിൽ പോയി ഞങ്ങൾ പത്രം കൊടുത്ത് അവരോട് ഞങ്ങൾ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ട ഉപ്പുകൾ എല്ലാം ഞങ്ങൾ അവിടെ എല്ലാം കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ നേരത്തെ ചോറ് കൊണ്ടുപോയിരുന്നു, ഇപ്പോൾ ഞങ്ങൾ കൂട്ടായ്മയായിട്ട് അനാഥാലയത്തിൽ ഫുഡുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്കിപ്പോൾ ഒരു വൃത്തസാനം കിട്ടിയിട്ടുണ്ട്. രാവിലെ ഞങ്ങളവിടെ പോയി കാരുണ്യപ്പെടുത്തി അമ്മമാരെ കുളിപ്പിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. അവിടെ ചെന്ന് ഞങ്ങൾ അമ്മമാരെ കുളിപ്പിക്കും, തുണിയെല്ലാം കഴുകി കൊടുക്കും, അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കൊടുക്കും. അമ്മമാർക്കെല്ലാം ഭയങ്കര കാര്യമാണ് ഞങ്ങളെ ഭയങ്കര സന്തോഷം. അത് ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമാണ്. അങ്ങനെ ഞങ്ങൾ ഭവനങ്ങളിൽ പോയി അവിടെയും പോയി എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അതെല്ലാം അമ്മയുടെ ഈശോയുടെയും കൃപയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും എൻ്റെ അമ്മ ഈശോയും എനിക്കത് നടത്തിത്തരും. എൻ്റെ അമ്മയോട് ഈശോയോട് ഞാൻ ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പറയുകയാണ്. ഞാൻ അമ്മയോട് ഈശോയോട് ഞാൻ പറഞ്ഞു, ഏത് സമയത്താണോ ഏത് ദിവസമാണോ ഞാൻ സാക്ഷ്യം പറയുന്നത്, അത് ഈ അൽസച്ചനായിരിക്കണം എൻ്റെ അടുത്ത് വേണ്ടേന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ അൽസച്ചൻ തന്നെ ഇവിടെ വന്ന് നിൽക്കുന്നു. അതിന് ഞാൻ എൻ്റെ അമ്മയോട് ഈശോയോട് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എല്ലാം നന്നാ. ഇന്ന് അതുപോലെ അച്ഛൻ പറഞ്ഞു നമ്മുടെ രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് 7 എന്നുള്ള ഒരു ഡേറ്റ്. അപ്പോഴും ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, അമ്മ 7 എന്നുള്ള ഒരു ഡേറ്റ്, അമ്മ എന്നെ നീ സാക്ഷിയാക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 7-ാം തീയതി തന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി അൽത്താരെ കയറി നിൽക്കാൻ എനിക്ക് ഭാഗ്യം ചെയ്തതിന്, എന്നെ അനുഗ്രഹിച്ചതിന് എൻ്റെ അമ്മയോട് ഈശോയോട് എത്ര കോടാനുകോടി നന്ദി പറഞ്ഞാലും അറിയില്ല. ഇതെല്ലാം തന്നത് എൻ്റെ ഈശോയുടെ അമ്മയുടെ ദാനമാണ്. ഞങ്ങൾക്ക് ഒരു മെറിറ്റ് ഒരു യോഗ്യത പോലുമില്ല, വെറും ഭാവിയായ മക്കളാണ് ഞങ്ങൾ. അതും എല്ലാത്തിനും ഇപ്പോഴും എൻ്റെ അമ്മയോട് ഞാൻ ഈശോയോടും കോടാനുകോടി നന്ദി പറഞ്ഞു. എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുന്നു. ഇനിയും ഈ മരണം വരെ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ തന്നെ ജീവിക്കാനാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. എൻ്റെ ഈശോയുടെ മകളായി തന്നെ എനിക്ക് മരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയായി ആയിക്കൊണ്ട് വേണം എനിക്ക് മരിക്കാൻ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെനിക്ക് എൻ്റെ ഈശോ നിറവേറ്റി തരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചാണ്. ഞങ്ങളെല്ലാ ദിവസവും പള്ളിയിൽ പോകും. എനിക്ക് പറ്റുന്ന രീതി ഞങ്ങൾ ദുഃഖവെള്ളി എല്ലാം അവർ ഹിന്ദുക്കൾ ചെല്ലുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളെല്ലാം പള്ളികളിലും എല്ലാവരും ഞങ്ങൾ പോകുന്നുണ്ട്, എല്ലാ പ്രാർത്ഥനയിലും പങ്കെടുക്കുന്നുണ്ട്. അതെല്ലാം അമ്മയുടെ ഈശോയുടെയും കൃപ മാത്രമാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഒന്നുകൂടെ എൻ്റെ ഈശോയ്ക്ക് അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി സമർപ്പിക്കുന്നു. യെശയ്യാ 58:11 കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ.
പ്രീതി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുകയായിരുന്നു. എത്ര തീഷ്ണതയോടുകൂടി, എത്ര അമ്മമാതാവിലും ഈശോയിലുമുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടി ദാരിദ്ര്യത്തിൻ്റെ വല്ലാത്ത കയത്തിൽ അമ്മയെ കാണുവാൻ ആദ്യമായി എത്തിയ മകൾ ഒരു മുറിയെടുക്കുവാൻ പോലും കയ്യിലൊന്നുമില്ലാത്തത് കൊണ്ട് ഉറങ്ങാതെ നേരം വെളുപ്പിക്കുകയും ഉടമ്പടി എടുക്കുവാൻ കുഞ്ഞുങ്ങളുമായി നിൽക്കുവാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ട് ആദ്യ ദിവസം മടങ്ങിപ്പോയിട്ട് പിന്നീട് വന്ന് ഉടമ്പടി എടുത്ത് തൻ്റെ ഇല്ലായ്മകളെ മുഴുവനും അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് അമ്മ കരം പിടിച്ച് ഈ 2.5 വർഷം കൊണ്ട് മകളുടെ ജീവിതത്തിൽ വരുത്തിയ വലിയ മാറ്റങ്ങളെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾക്ക് ലഭിച്ച ഭൗതികമായ നന്മകളേക്കാൾ ഉപരി മകൾക്ക് ലഭിച്ച ആത്മീയമായ ബോധ്യങ്ങളും ജീവിതത്തെ ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് നയിക്കുവാൻ മകൾക്ക് കൊടുത്ത വലിയ പ്രത്യാശയുമാണ് ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത. മകൾ പറയുന്നുണ്ട്, ഒരു വീടിന് വേണ്ടിയുള്ള ആലോചന പോലും ചെയ്യാനാവാത്ത കാലത്തിലാണ് അമ്മയുടെ അരികിൽ വന്ന് നിയോഗം സമർപ്പിക്കുന്നത്. എന്നാൽ അമ്മയുടെ സഹായത്താൽ മറ്റോരോരോ വഴികൾ ക്രമീകരിച്ച് കിട്ടി 2 നിലയുള്ള സുന്ദരമായൊരു ഭവനം നിർമ്മിച്ചെടുക്കുവാൻ അമ്മ മാതാവി ചുരുങ്ങിയ നാളുകൊണ്ട് ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയും അതിൻ്റെ ആദ്യ അവസാനം അമ്മ മാതാവിനെയും ഈശോയ്ക്കും തന്നെ ആ ഭവന നിർമ്മാണത്തിൽ സ്ഥാനം കൊടുത്തുകൊണ്ട്, പ്രാധാന്യം കൊടുത്തുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികളെ മുന്നോട്ട് കൊണ്ടുപോയതും അമ്മ മാതാവിനെയും ഈശോയെയും അതിൻ്റെ ആശീർവാദ കർമ്മത്തിന് ആദ്യം ക്ഷണിച്ചതുമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, വിശ്വാസം നമ്മുടെ രക്തത്തോടും ആത്മാവിനോടും ചേരുന്നില്ലെങ്കിൽ അത് വലിയ കഥയുള്ള കാര്യമല്ല. നാം ഈശോയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും അത് വാക്കുകളിൽ മാത്രം ഒതുക്കുകയും ചെയ്താൽ അതുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുക, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണെന്ന്. നാം നമ്മുടെ വിശ്വാസത്തെ നമ്മുടെ നിരന്തരമായ തീരുമാനങ്ങൾ കൊണ്ട്, ജീവിതത്തിൻ്റെ ഇടപെടലുകൾ കൊണ്ട്, ദൈവത്തിന് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം കൊണ്ടാണ് സാധൂകരിക്കുന്നത്. നാം ഉടമ്പടി എടുക്കുന്ന മക്കൾ അമ്മ മാതാവിനും ഈശോയിലും പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ജീവിതത്തിൻ്റെ ഏതൊരു കഷ്ടതയെയും ഏൽപ്പിച്ചു കൊടുത്ത് ദൈവശക്തിയാൽ നമുക്ക് അനുഗ്രഹം ലഭിക്കുമെന്ന് പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്നവരാണ്. മകൾ സൂചിപ്പിച്ചു, ഏറെ വർഷങ്ങളായി സഹോദരിയുടെ മകൾക്കുണ്ടായിരുന്ന അലർജിയുടെ അസുഖവും ഒന്ന് കുളിക്കുവാൻ പോലും ആവാതെ ക്ലാസ്സിൽ പോകേണ്ടി വരുന്ന, തുമ്മിത്തുടങ്ങിയാൽ മണിക്കൂറുകൾ കുഞ്ഞു വല്ലാതെ അസ്വസ്ഥമായിരുന്ന രോഗക്ലേശത്തെക്കുറിച്ച്, ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ കുഞ്ഞു വയ്യാതിരിക്കുകയാണെങ്കിലും കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അമ്മ മാതാവ് കളന് കിട്ടിയ ഒരു കാശുരൂപവും ജപമാലയും കുഞ്ഞിൻ്റെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ അത് കൂടെയുള്ള എല്ലാവർക്കും ഉറപ്പാകുന്നു അമ്മ സന്ദർശിക്കുകയും സഹായിക്കുകയും ചെയ്ത നിമിഷങ്ങളെന്ന്. അന്നു മുതൽ ഇന്നു വരെ രോഗമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി കുഞ്ഞ് ജീവിക്കുന്നുവെന്ന് പറയുമ്പോൾ എന്ത് വിശ്വസിച്ചുവോ അത് ഫലമണിഞ്ഞതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. സഹോദരിക്കുണ്ടായിരുന്ന 10-20 വർഷത്തെ അലർജിയുടെ രോഗത്തെയും മകൾ ഏൽപ്പിച്ച് പറയുന്നുണ്ട്, ഞാൻ അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം പൂർണ്ണമായി സൗഖ്യപ്പെട്ടുകൊണ്ട് നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ കണ്ണീരുകൊണ്ട് അമ്മയുടെ കരങ്ങളിൽ നിയോഗം സമർപ്പിച്ചതിലൂടെ എനിക്ക് ലഭിച്ച അനുഗ്രഹമാണെന്ന് ദൈവസമക്ഷം നന്ദിയോടുകൂടി ഓർത്തു പറയുകയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടി ഭാരങ്ങൾ ഏറ്റെടുക്കുന്നു. ഉടമ്പടി മരുന്നുകൊണ്ട് മാറാത്തത് ദൈവകൃപയാൽ മാറ്റിത്തരുവാൻ നമ്മളെ സഹായിക്കുന്നു. ഉടമ്പടി ജീവിതത്തിൻ്റെ ലോലമായ തകർന്ന അവസ്ഥകളിൽ നിന്ന് കൂടുതൽ കൃപയുള്ള അനുഗ്രഹമുള്ള അവസ്ഥകളിലേക്ക്, ഉയർച്ചയിലേക്ക് നമ്മളെ നയിക്കുന്നു. ഉടമ്പടി തകർന്ന് തരിപ്പണമായ ബന്ധങ്ങളെ വിളക്കി ചേർത്തുകൊണ്ട് ഒരുമിച്ച് ദൈവിക സന്തോഷത്തിൽ ജീവിക്കുവാൻ നമ്മളെ സഹായിക്കുന്നു. അതിൻ്റെ ഓരോരോ അനുഭവങ്ങളാണ് ഈ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. നമ്മളെയും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഉടമ്പടി വിശുദ്ധിയിൽ, വിശ്വസ്തതയിൽ ജീവിക്കുവാൻ, തീഷ്ണതയോടുകൂടി ഈശോയെ സ്നേഹിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും
അവർക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.